ഹലോ, ഞാൻ ടാനിയ ജോയൽ. നല്ല ഭംഗിയായിട്ടുള്ള ബെഡ്ഷീറ്റ്സ്, റണ്ണേഴ്സ്, ടേബിൾ ക്ലോത്ത്, കിച്ചൺ ടവൽ, ഡോർ മാറ്റ്സ് എല്ലാം മാഗ്നിസ്കേപ്സിൽ വളരെ മിതമായ വിലയിൽ നല്ല ക്വാളിറ്റിയോട് കൂടി കിട്ടും കേട്ടോ. ഒരു അഡ്വർടൈസ്മെന്റ് പറയുന്ന പോലെ ആ പറയുന്നത് നിങ്ങൾക്ക് തോന്നുമായിരിക്കും. അങ്ങനെ ഒന്നും അല്ല, നല്ല സാധനങ്ങൾ മാത്രമാണ് നമ്മൾ തരുന്നത്. എല്ലാം ഹാൻഡ് പിക്ഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റും പിന്നെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ് ആണ്. ഇതാണ് ആദ്യം കാണിക്കാൻ പോകുന്ന ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ബെഡ്ഷീറ്റ്. നല്ല ഭംഗിയായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബെഡ്ഷീറ്റ് ആണ്. ഈ ബെഡ്ഷീറ്റ് ഗ്ലേസ് കോട്ടൺ ബെഡ്ഷീറ്റ് ആണ്. ഇതിന്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. ഈ പില്ലോ കവേഴ്സിൽ ഇതുപോലെ നല്ല ലേസ് ഒക്കെ പിടിപ്പിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണമെങ്കിലും നല്ലതാ, നമ്മുടെ വീട്ടിൽ വിരിക്കണമെങ്കിലും ഒത്തിരി നല്ലതാ കേട്ടോ. അപ്പോൾ ചില ദിവസങ്ങൾ നമ്മൾ നല്ല മൂഡ് ഔട്ട് ആയിട്ടിരിക്കും. അപ്പോൾ നമ്മൾ നന്നായിട്ട് എന്താ ചെയ്യുക, നമ്മളെ തന്നെ നല്ലതായിട്ട് അങ്ങ് ട്രസ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാതെ നമ്മളിങ്ങനെ ചതഞ്ഞെന്ന് പറഞ്ഞിരുന്നിട്ടൊന്നും കാര്യമില്ല. എന്തൊക്കെ പ്രോബ്ലം ഉണ്ടെങ്കിലും എന്തൊക്കെ ഓബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും നമ്മൾ മുന്നോട്ട് പോയി അത് പയ്യെ പയ്യെ തീർത്താൽ മാത്രമാണ് അതെല്ലാം ശരിയാക്കത്തുള്ളൂ കേട്ടോ. ഈ ബെഡ്ഷീറ്റ് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നത് എന്നാന്ന് ചോദിച്ചാൽ, ചില ദിവസങ്ങളിൽ ചില ആൾക്കാർക്ക് ഇതിൻ്റെയൊക്കെ കുറച്ച് ആവശ്യം വരും. എനിക്കും ചില ദിവസം ഇതൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് ഇനി അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്നത് നല്ല പിങ്ക് കളറിലുള്ള ഷീറ്റാട്ടോ. ഇതിൻ്റെയൊക്കെ ഡിഫറെൻറ്റ് കളേഴ്സ്, പിന്നെ ഇതുപോലെ തന്നെയുള്ള കളേഴ്സ് ഇതിനു മുമ്പ് ഒരു 1 ഇയർ മുമ്പ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിരുന്നു. ആ സമയത്ത് ഇതെല്ലാവരും ഒത്തിരി ചോദിച്ചൊരു ഷീറ്റാട്ടോ. അപ്പം നമ്മളത് റീസ്റ്റോക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ കളേഴ്സാണ് ഇത്. പക്ഷെ അന്നത്തെ കളറും ഈ കളറും കുറച്ച് വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഈ പില്ലോ കവേഴ്സിൻ്റെ ഇവിടെ ബാക്കിൽ സിബും ഉണ്ട് കേട്ടോ. ചില ആൾക്കാർക്ക് ഇങ്ങനെ സിബ് വെച്ചാൽ പില്ലോ കവേഴ്സ് വളരെ ഇഷ്ടമാണ്. അപ്പോൾ ഈ സിബ് നമ്മൾ ഊരിയിട്ട് വേണം ഇത് വാഷിംഗ് മെഷീനിൽ ഇടാൻ. ഊരിയിട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല കേട്ടോ. ഊരിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ തുറന്നിട്ട് വേണം വാഷിംഗ് മെഷീനകത്ത് ഇടാൻ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞെന്നോട് ചോദിച്ചു, ചേച്ചി ഈ സിബ് ഇങ്ങനെ ഊരിയിട്ടെന്ന് പറഞ്ഞാൽ, അപ്പം എനിക്കിത് തിരിച്ചു വെക്കാൻ അറിയത്തില്ല. അത് എൻ്റെ ലാംഗ്വേജ് തെറ്റായിട്ടാണ്. ഇത് ശരിക്കും ഇങ്ങനെ സിബ് ഇതേന്ന് ഊരുകയെന്നല്ല, ജസ്റ്റ് അത് തുറക്കുകയെന്നാട്ടോ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുഞ്ഞു ഓരോ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചൊക്കെ ഇങ്ങനെ ഉണ്ട്. പക്ഷെ ബെഡ്ഷീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ഒന്നും നിങ്ങൾ പേടിക്കണ്ട. നല്ല തിക്കായിട്ടുള്ള ബെഡ്ഷീറ്റ് എന്ന് പറഞ്ഞാൽ അത് തിക്കായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും മാറാത്ത നല്ല ക്വാളിറ്റിയുള്ള ബെഡ്ഷീറ്റ് ആയിരിക്കും കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ് ബ്ലോക്ക് ചെയ്ത ബെഡ്ഷീറ്റും അവൈലബിൾ ആണ്. നോർമൽ ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ്. എല്ലാ ബെഡ്ഷീറ്റ്സും അവൈലബിൾ ആണ്. ഇനിയുള്ളത് ഈ ഒരു പ്രിന്റ് ആട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 695 രൂപയ്ക്ക് ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അതായത് നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനും നമ്മുടെ വീട്ടിലും ഇത് പറ്റും. നമുക്ക് എപ്പോഴും 2000-3000 രൂപയുടെ ബെഡ്ഷീറ്റ്സ് ഒക്കെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്നില്ലല്ലോ. നമുക്ക് എന്ത് പറ്റുന്നു അതനുസരിച്ച് വേണം നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ. അത് നല്ല സന്തോഷത്തോടെ നമുക്ക് കൊടുക്കണം. അതിൻ്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം. അതാണ് അതിൻ്റെ സൂത്രം കേട്ടോ. രണ്ട് വലിയ പില്ലോ കവേഴ്സ്, ഇതിൻ്റെ കൂടെ രണ്ട് വലിയ പില്ലോ കവേഴ്സ് അവൈലബിൾ ആണ്. ഇതെല്ലാം ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. ഇനി കണ്ടോ, ഇത് കണ്ടോ, അയ്യോ ഒരു കൊച്ചു ഡാൻസ് കളിക്കും. നല്ല രസമല്ലേ. നമ്മുടെ പിള്ളേരൊക്കെ കുഞ്ഞായിരുന്നു ഇതുപോലെ ഭയങ്കര സ്റ്റൈലിംഗ് ആയിട്ടൊക്കെ ഡാൻസ് വേണ്ട, നമ്മളും ഇതുപോലെയൊക്കെ ചെയ്യുമായിരുന്നു. നല്ല കുഞ്ഞുടുപ്പൊക്കെ ഇട്ട്, ഇത്രയും തലമുടിയിലൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. നല്ല ഹെയർ ബാൻഡ് ഒക്കെ വെച്ച് ഇങ്ങനെ കുഞ്ഞുങ്ങൾ പോകുന്ന കാണാൻ, അല്ലെങ്കിൽ നാണം കുണുങ്ങിയൊക്കെ പോകുന്ന കാണാൻ നല്ല രസമല്ല. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈൻ, സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെയുള്ള ഡിസൈൻ ആട്ടോ. ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ ഇതൊക്കെ എൻ്റെ ഓർമ്മകൾ, എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ആട്ടോ ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ അത് ബെഡ്ഷീറ്റിൽ അത് കാണുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നതാട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആലോചിക്കുന്നത് നിങ്ങൾ വേണം കേട്ടോ അവിടെ ഇരുന്ന് ആലോചിക്കാൻ. ചില സമയത്ത് നമ്മുടെ മൂഡൊക്കെ നല്ല ഓഫ് ആണെങ്കിലല്ലേ ഇതുപോലെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ. നമ്മൾ കുറച്ചു നേരം ഇമാജിനറി ലോകത്തൊക്കെ പോകുന്നതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്കും വണ്ടർലായിൽ കൂടെയൊക്കെ നടക്കാം. അപ്പോൾ ഇനിയുള്ള ഷീറ്റ് ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് കണ്ടോ, 695 അടുത്ത ഷീറ്റ്. ഇതും ഒരു അടിപൊളി ഷീറ്റ് ആട്ടോ. അതായത് ഇതൊരു ഡാർക്ക് കളറാ ബാക്ക്ഗ്രൗണ്ട്, അതിലൊരു ബ്ലാക്ക് കളർ പൂക്കള്, സൈഡ് ബോർഡർ വന്നിട്ട് ഇതുപോലെ നല്ല ഒരു ഗ്രേ കളറാണ്. ഈ ഗ്രേ കളർ കണ്ടാൽ നിങ്ങൾക്ക് ഒരു നരച്ച കളർ പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഈ ഗ്രേ കളറിന് ഈ ഗ്രേ കളർ തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷീറ്റ് കേട്ടോ.
ബെഡ്ഷീറ്റ് ഒരുപാട് നാളും ലാസ്റ്റ് ചെയ്യും. ബെഡ്ഷീറ്റിൻ്റെ നമ്മൾ എന്താ സോപ്പിൻ്റെ ലിക്വിഡൊക്കെ ഇടുമ്പം വളരെ കുറച്ചിട്ടാൽ മതി. വലിയ ബെഡ്ഷീറ്റ് അല്ലെങ്കിൽ ഓർത്ത് ഒത്തിരി ബെഡ്ഷീറ്റിന് ഒത്തിരി സോപ്പ് പൊടി ഒന്നും ഇടരുത് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള 2 വലിയ ബെഡ്ഷീറ്റ്, ഇത് കണ്ട് 2 വലിയ പില്ലോ കവേഴ്സ് കേട്ടോ. ഇനിയുള്ളത് ഇത് കണ്ട അടുത്തത് നല്ലൊരു ഷീറ്റാണ്, നല്ലൊരു ഷീറ്റ്. ഈ ഷീറ്റൊക്കെ കണ്ട എന്ത് നല്ല ഫ്ലവറാന്ന് നോക്കിയാൽ, എന്ത് നല്ല പൂക്കളാ, ഓരോന്നിനും ഓരോ ഭംഗിയാലേ. എനിക്കാണെങ്കിൽ ഈ ഷീറ്റ്സ് എല്ലാം ഇങ്ങനെ ഓരോ ദിവസം കാണുമ്പോഴില്ലേ ഏത് ഷീറ്റാ വീട്ടിൽ കൊണ്ടുപോയി വിരിക്കണ്ടേന്ന് ലാസ്റ്റ് കൺഫ്യൂഷനാ സത്യം. അത് എല്ലാം നമുക്കിങ്ങനെ കാണുമ്പോൾ ആക്രാന്തമാണോ അതിന് പറയുന്നത്, അത് എന്ത് ഡിസിഷൻ എടുക്കാനുള്ള കഴിവില്ലായ്മയാണോ ഒന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനാട്ടോ. അപ്പോൾ നമ്മുടെ കടയിൽ വരുമ്പം എപ്പോഴും ഇല്ലേ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷീറ്റ് നിങ്ങൾ മേടിക്കണം. എന്നോട് ഒത്തിരി പേര് ചോദിക്കും മോളെ ഒന്ന് പറ കേട്ടോ എന്ന്. പക്ഷെ ആക്ച്വലി എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് എൻ്റെ എല്ലാ ഷീറ്റും ഇഷ്ടമാണ്. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബെഡ്ഷീറ്റേ നിങ്ങൾ വാങ്ങിക്കാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എല്ലാം നമ്മളിങ്ങനെ എടുത്തെല്ലാം കാണിക്കും. നിങ്ങൾക്ക് ഇവിടെ വരുന്നതിൽ ഒരു കുഴപ്പമില്ല, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും, ഒന്നും പേടിക്കാതെ. കടകളിലൊന്നും പേടിക്കാനില്ല. പക്ഷെ ഇവിടെ നിങ്ങളൊരു ഹാപ്പി പ്ലേസ് ആയിട്ട് നമ്മളായിട്ട് വന്ന് അങ്ങനെ തുണി വാങ്ങിക്കാൻ വരാം. അറ്റ് ദ സെയിം ടൈം തന്നെ ചുമ്മാ ഇങ്ങനെയൊക്കെ ഇങ്ങനെ വന്ന് ഹാപ്പി ആയിട്ട് നിങ്ങൾക്ക് വന്നു പോവാം. അങ്ങനെ ഒരു സ്പേസ് ആണ് കേട്ടോ മാഗ്നിസ്കേപ്സ്. നല്ലൊരു ബെഡ്ഷീറ്റ് കേട്ടോ. മാഗ്നിസ്കേപ്സിന് ഒരു അർത്ഥം ഞാൻ തന്നെ ഇപ്പോൾ ഉണ്ടാക്കുക, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് കേട്ടോ. അപ്പോൾ അത് ഹാപ്പി പ്ലേസ് എന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. ഇനിയുള്ളത് നല്ല 2 വലിയ പില്ലോ കവേഴ്സ്. അപ്പോൾ ഈയിടെയായിട്ട് നമുക്കൊക്കെ ഓർഡേഴ്സൊക്കെ തരുന്ന കുറേ ആൻറ്റിമാരൊക്കെ ഉണ്ട് കേട്ടോ. ആ ആൻറ്റിമാർക്കൊന്നും തീരെ വയ്യ. അപ്പോൾ ഈ തീരെ വയ്യാത്ത ആൻറ്റിമാരൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മളെല്ലാം ഹാപ്പി ആയിട്ടേ വരത്തുള്ളൂ, നന്നായിട്ടേ വരത്തുള്ളൂ, നല്ല സന്തോഷമായിട്ടിരിക്കും. എനിക്ക് ഇനിയും മുന്നോട്ട് നന്നായിട്ട് പോകാൻ പറ്റും, എനിക്ക് ഇനിയും ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നെല്ലാം ആലോചിച്ചിരിക്കണം. അല്ലാതെ നമ്മളിങ്ങനെ വിഷമിക്കേണ്ട ഒരു ആവശ്യമില്ല കേട്ടോ. ഞാൻ ബെഡ്ഷീറ്റ് കച്ചവടക്കാരി തന്നെയാണ്. അതുകൊണ്ട് ഞാൻ ബെഡ്ഷീറ്റ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം പറയും. ഇത് ബെഡ്ഷീറ്റ്, ഇത് 695, ഇത് 9, അങ്ങനെ പറയാൻ എനിക്കറിയത്തില്ല. അപ്പം ഞാനിത് പറയുമ്പോൾ ആർക്കെങ്കിലും എവിടെ ഇരുന്ന ഒരു സന്തോഷം കിട്ടുവാണെങ്കിൽ അത് കിട്ടിക്കോട്ടെ, എനിക്കും കുറച്ച് കിട്ടിക്കോട്ടെ. അപ്പോൾ ഇത് അടുത്ത ഷീറ്റ്. ഇതെനിക്ക് ചില ഷീറ്റ്സൊക്കെ ഞാൻ ഈ സ്റ്റോർ കൊണ്ട് വെക്കുമ്പോൾ അപ്പം പോകുന്ന ഒരു പീസുകളാണ്. നല്ല ചെക്കായിട്ട്, ഇത് കണ്ടോ, നല്ല റെഡിൽ നല്ല ചെക്കായിട്ട് ഗ്രീൻ കളർ ബോർഡറുള്ള നല്ല അടിപൊളി ഒരു ബെഡ്ഷീറ്റാണ്. ഇതെല്ലാം 695 രൂപയാണ്. നമ്മൾ നമ്മുടെ ഹെൽത്ത് നോക്കണം, നമ്മളെ തന്നെ നോക്കണം, നമ്മുടെ ചുറ്റും എല്ലാം നോക്കണം, നല്ല സന്തോഷത്തോടെ ഇരിക്കണം. എപ്പോഴും സന്തോഷം മാത്രമല്ല, കുറച്ച് വിഷമങ്ങളൊക്കെ വരും. എന്നാലും നമ്മൾ ഒരു എന്താ പറയുന്നത്, നമ്മളിപ്പോൾ അത് എന്താ പറയുക, ഒരു പട്ടം പറത്തുമ്പോൾ എപ്പോഴും ആ പട്ടം ശരിക്കും പോകത്തില്ലല്ലോ. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ കുറച്ച് ലൂസാക്കി കൊടുക്കണം. അപ്പോൾ ലൂസാക്കി കൊടുക്കുമ്പോൾ പയ്യെ അതങ്ങ് കയറി അങ്ങ് പൊക്കോളും. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഭാരമൊക്കെ മാറിപ്പൊക്കോളും കേട്ടോ. അപ്പോൾ മാഗ്നിസ്കേപ്സ് വരേണ്ട വഴി എറണാകുളത്ത് കടവന്ത്ര ചെറുപറമ്പത്ത് റോഡിലാണ്. അപ്പോൾ ഇവിടെ വരുകയും ചെയ്യാം, വെബ്സൈറ്റിൽ വാങ്ങിക്കാം. നമ്മുടെ അതായത് ലോകത്തിൻ്റെ എവിടെ വേണമെങ്കിലും നമ്മൾ അയച്ചു കൊടുക്കും. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തും വാട്സപ്പ് നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. രാവിലെ 10 മണി തുടങ്ങി 7 മണി വരെ മൺഡേ ടു സാറ്റർഡേ നമ്മുടെ സ്റ്റോർ ഓപ്പൺ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളേ. നല്ല സന്തോഷത്തോടെ ടെൻഷനൊന്നും അടിക്കാൻ മിടുക്കരായിട്ട് ഇന്ന് ചോറുണ്ട്. താങ്ക് യു.